ചേരുകയാണ് സാർ. സ്വാഗതം സാർ. സാർ, ഇന്ന് PV അൻവർ MLA അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനം വലിയ ചർച്ചയാവുകയാണ്. ഈ നിശബ്ദ പ്രചരണം നടക്കുന്ന ദിവസം മണ്ഡലത്തിന് പുറത്തുള്ള വ്യക്തി വാർത്താ സമ്മേളനം നടത്തുന്ന രീതിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പൂർണ്ണമായും ചട്ടലംഘനം തന്നെയല്ലേ PV അൻവർ നടത്തിയത്? ഇതിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കേണ്ടത്. 48 മണിക്കൂർ മുൻപ് ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നതാണ്. അതാണ് നിയമം. അതിനുശേഷം എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രചാരണം രീതിയിൽ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി അത് തീർച്ചയായിട്ടും മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ലംഘനം തന്നെയാണ്. അതിനുവേണ്ടി അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറിന് റിപ്പോർട്ട് ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ്, എവിടെയാണ് സംഭവിച്ചത്. ആ റിപ്പോർട്ട് സിഇഒക്ക് കൊടുത്താൽ അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായ നടപടി എടുക്കാൻ അവർ തീരുമാനിക്കും, ലംഘനമാണോ ഇല്ല എന്ന്. അപ്പൊ ചിലപ്പോൾ MLAക്ക് നോട്ടീസ് കൂടി അത് കൊടുക്കാം, അങ്ങനെ ലംഘനമാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ എന്തെങ്കിലും. ഇന്നിപ്പോൾ ഈ കമ്മീഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ എത്തി ഈ MLAയുമായി വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ സംസാരിച്ചിരുന്നു. വാർത്താ സമ്മേളനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ തുടർ നടപടി ഏത് രീതിയിലാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞില്ലേ, റിപ്പോർട്ട് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് റിട്ടേണിംഗ് ഓഫീസറും അവിടെ ഒബ്സർവർ ആയിരിക്കും, ഇലക്ഷൻ കമ്മീഷന്റെ ഒബ്സർവർ കൂടി അവിടെ ഉണ്ട്. അവർ ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഒരു റിപ്പോർട്ട് അയക്കേണ്ടതാണ്. റിപ്പോർട്ട് അയക്കുന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ അത് കാണിക്കൽ നോട്ടീസ് ബന്ധപ്പെട്ട MLAക്ക് അത് കൊടുക്കും എന്നാണ് എന്റെ നിഗമനം. സാറേ, സാധാരണ രീതി നമ്മുടെ ചട്ടത്തിൽ പറയുന്നത് എന്താണ്? ഈ PV അൻവർ പറയുന്നത് അദ്ദേഹത്തിന് ഹൈക്കോടതി അഭിഭാഷകരുടെ നിയമ ഉപദേശമുണ്ട്, അത് ചട്ടലംഘനമല്ല, അങ്ങനെ നടത്താം, ഒരു കീഴ്വഴക്കം മാത്രമാണ്, അതിനപ്പുറം നിയമ പ്രാബല്യമില്ല എന്നതാണ് ഈ ഇദ്ദേഹത്തിന്റെ വാദം. അത് ശരിയാണോ? ഹൈക്കോടതിന്റെ അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം ഈ കാര്യത്തിൽ ഉണ്ടോ ഇല്ല അത് എനിക്ക് അറിയില്ല. പക്ഷെ ഇലക്ഷൻ കാര്യത്തിൽ അതിന്റെ തീരുമാനം ഹൈക്കോടതി അല്ല തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതി വിധി വെച്ചിട്ട് ഇങ്ങനെ ലംഘനം ചെയ്യാനുള്ള കാര്യമുണ്ടെങ്കിൽ അത് സ്വീകാര്യം അല്ല. കാരണം ഇലക്ഷൻ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് അവസാന തീരുമാനിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷനാണ് ഫൈനൽ അതോറിറ്റി. സാർ, ഇലക്ഷൻ ഹൈക്കോടതിയുടെ ഓർഡർ ഒന്നുമല്ല, അദ്ദേഹത്തിന് ഏതോ ഹൈക്കോടതിയുള്ള അഭിഭാഷകർ പറഞ്ഞു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ സാർ? തീർച്ചയായിട്ടും ഹൈക്കോടതിന്റെ ഒരു വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് MLA അങ്ങനെ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ സാർ, സാധാരണ രീതിയിൽ ഇതൊരു MLA ആണ് നടത്തിയത്. അദ്ദേഹം പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി അസാധുവാക്കുന്ന നടപടികൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ, അതോ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണോ? എന്താണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, നിയമലംഘനമാണെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കേണ്ടി വരും. ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായ തീരുമാനം എടുക്കും. അത് എങ്ങനെയാണ് അത് അദ്ദേഹം ഇതിന്റെ മറുപടി നൽകണം. അല്ലെങ്കിൽ അത് നടപടി തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കും. അഭിഭാഷകരുടെ ഉപദേശം വെച്ചിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നത്. അത് ഇലക്ഷൻ കമ്മീഷനാണ് സുപ്രീം അതോറിറ്റി ഇതിൽ. ഇത് ബോധപൂർവം, ഒരുപക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ നിയമം, അദ്ദേഹം നേരത്തെയും പല തെരഞ്ഞെടുപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം എന്താണ് നടപടി എന്നത് അദ്ദേഹത്തിന് ബോധ്യമുള്ളതാവാം. ഒരുപക്ഷെ അതിനെ ബോധപൂർവം ലംഘിച്ച് നടത്തുന്നതാവാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം അതിന്റെ മറുപടി കൊടുക്കും. അത് തൃപ്തികരമാണെങ്കിൽ നടപടി മുന്നോട്ട് പോവുകയില്ല. തൃപ്തികരം ഇല്ലെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു ലംഘനമായിട്ട് കണക്കാക്കും ഇത്. ഓക്കെ വളരെ നന്ദി. ടിക്കാറാം മീണ മുൻ CEO ആണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അദ്ദേഹമാണ് പ്രതികരിച്ചത്. അവിടെ നടന്ന നാടകീയ നീക്കങ്ങളാണ് ഇന്ന് കടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ നമ്പർ കൊടുക്കൂ. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ?
ഇല്ലില്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ വേറെ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ